ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ ഐഫോൺ 16 സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളും സ്പെക്സുകളും സംഭവങ്ങളൊക്കെ. നിങ്ങളൊരു ഐഫോൺ 15 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് എന്നെ പോലെ നിങ്ങൾ 15 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഐഫോൺ 16 ഏരിയയിലേക്ക് മണത്ത് നോക്കണ്ട, അല്ലെങ്കിൽ അടുത്ത് തിരിഞ്ഞ് നോക്കുക വേണ്ട. ഒരു വ്യത്യാസം, ഒരു മാങ്ങാത്തോലും ഇല്ല. ഇപ്പം നോർമൽ ഇവർ ഓരോ കൊല്ലം ഇറക്കുന്ന പോലെ തന്നെ ഒരു ഉടായ്പ് ലോഞ്ചിങ് തന്നെയായിരുന്നു. ഇപ്പോൾ ഐഫോൺ 16 കാര്യം, ഐഫോൺ 15 കാര്യം എടുത്തു കഴിഞ്ഞാൽ മൈന്യൂട്ട് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ക്യാമറ ബട്ടൺ. അത് സൂപ്പർ ആയിട്ടുണ്ട്, അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ ഒന്നും ഒരു 10 പൈസയുടെ കാര്യമില്ല. ഇപ്പോഴും 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, സെയിം ഡിസ്പ്ലേ. അതുപോലെ തന്നെ ക്യാമറ കാര്യം പറഞ്ഞാലും സെയിം സെൻസർ തന്നെ. നമുക്ക് അൾട്രാ വൈഡ് 12 മെഗാ പിക്സലിൽ ഓട്ടോ ഫോക്കസ് വന്നത് മാത്രം, അതുകൊണ്ട് തന്നെ നമുക്ക് മാക്രോ ഷോട്ട് എടുക്കാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് വേറൊരു ഡിഫറൻസും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൾ വന്നായിരുന്നു, അപ്പോൾ ഞാൻ കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഈ നോർമൽ സ്ലൈഡ് ബട്ടൺ മാതിരിയുടെ ആക്ഷൻ ബട്ടൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ ഐഫോൺ 15 ആണ്. പക്ഷേ ലോഞ്ചിങ് പ്രൈസ് നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും, 80,000 രൂപയാണ്. അതിൽ നിന്നിട്ട് സാധാ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. അത് സെയിം നമ്മുടെ പഴയ 2.0 USB-C പോർട്ട് വരുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. കളറ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളേഴ്സുകൾ ഇറക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ പോലത്തെ ഉടായ്പ കളേഴ്സ് അല്ല. അത് മാത്രം എന്തോ ഭാഗ്യം, എന്തോ വ്യത്യാവും. ബാക്കി എല്ലാം സെയിം സാധനങ്ങൾ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അത് ലേറ്റസ്റ്റ് 18 ചിപ്പാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലത്തെ ചിപ്പും അതൊരു 14ത്തെ ചിപ്പായിക്കോട്ടെ വലിയ ഇഷ്യൂസൊന്നും നമുക്ക് വരാറില്ല നോർമൽ യൂസിനൊന്നും. സ്പെഷ്യൽ വീഡിയോസ് എടുക്കാന്നുള്ളൊരു ഗുണം മാത്രമേ വന്നുള്ളൂ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സാധനത്തിൽ. അതായത് നമുക്ക് മൈക്രോഫോൺസ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പർപ്പസിന് കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് നോർമൽ യൂസിനൊന്നും നമ്മളിപ്പോൾ ഇതുകൊണ്ട് വീഡിയോ എന്താ പറയുക ഫിലിം എടുക്കാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് നോർമൽ 16 സീരീസ് അല്ലെങ്കിൽ 15 സീരീസും ഉണ്ട്, അല്ലെങ്കിൽ അത് പ്രോ മാക്സും സംഭവമൊക്കെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഒരു ഗുണമില്ല, 10 പൈസയ്ക്ക് ഗുണമില്ല. ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾ 14 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, 15 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സാധനം തിരിഞ്ഞു നോക്കാൻ വേണ്ടത്. അത് ഉമ്മാർ ഉടായ്പ പരിപാടിയാണ്. പിന്നെ എന്താ പറയുക, ആപ്പിൾ ഇന്റലിജൻസ് വന്നേക്കുന്ന സാധനം അതേ നമ്മുടെ സാംസങ്ങിൽ വന്നേക്കണം, ഗൂഗിളിൽ വന്നേക്കണം, സെയിം സാധനങ്ങൾ തന്നെ. ഒരു വ്യത്യാസമില്ല, ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. ഇവർ അറ്റ്ലീസ്റ്റ് ഇവരുടെ പഴയ ഡിവൈസുകൾക്കും ചെറുതായി ലിമിറ്റഡ് ആയിട്ടുള്ള കുറേ കൊടുത്തു. ഇവന്മാർ ഉടായ്പ ഇപ്പോഴും ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയും ആൾക്കാർ ഇതിൽ വന്ന് പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ലോഞ്ച് സമയത്ത് കാണാം അതിൻ്റെ മുന്നിൽ ഒരു 10-20 ക്യൂസുകൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്തിട്ടും വാങ്ങിയാണ് ആൾക്കാർക്ക് ബ്രെയിൻ വാഷായി കിടക്കുന്നത്. എനിക്കിത് മനസ്സിലാവാത്ത ഈ സാധനം വാങ്ങിക്കാൻ. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലൊക്കെ ക്യൂ കാണണം. മോസ്റ്റ്ലി മിക്ക സ്ഥലത്തും ഉണ്ട്. ഇനീഷ്യൽ ഒരു ഫസ്റ്റ് ആദ്യത്തെ 2-3 ദിവസം ക്യൂ. എന്ത് വാങ്ങാൻ കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. കുറേ പേരൊക്കെ പക്ഷേ എല്ലാം പ്രോ സീരീസ് വാങ്ങിക്കാനാണ്. അവർ പിന്നെയും കുഴപ്പമില്ല, ചെറുതായിട്ട് അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു ക്യാമറ ഇമ്പ്രൂവ്മെന്റ് സംഭവമൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ ബേസിക് സീരീസുകൾക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു 16 സീരീസ് 15 സീരീസ് അതേപോലെ തന്നെ ബേസിക് മോഡൽസ് എടുക്കുകയാണെങ്കിൽ ഈ 16ലേക്ക് തിരിഞ്ഞു നോക്കുക വേണ്ട. നഷ്ടമാണ്, വൻ നഷ്ടം തന്നെ, ഒടുക്കത്തെ നഷ്ടമാണ്. 50,000 കൊടുത്ത് ഈ സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ 16 സീരീസ് ഒരു ലോഞ്ച് ചെയ്തേക്കുന്നത് $799. അതായത് ഓൾമോസ്റ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 66 രൂപ. പക്ഷെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് 80,000 രൂപയ്ക്കാണ്. ടാക്സ് സംഭവമൊക്കെ ഉണ്ട്, അത് ഓക്കെ. പക്ഷെ ഇവർക്ക് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബൾക്കിലായിട്ട് തന്നെ കുറേ മോഡൽസ് ഒക്കെ ഇന്ത്യയിലും ഉണ്ടാക്കുന്നതുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എക്സ്പ്ലോയിറ്റ് ആയവൻ വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ടിരിക്കുക, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിങ്ങനെ ഒരു സാധനം കൊള്ളില്ല. പിന്നെ ഇപ്പോൾ വാച്ച് സീരീസ് ആയിക്കോട്ടെ, അൾട്രാ 2 ഇതേ സെയിം സാധനം തന്നെ കളർ മാറ്റി ബ്ലാക്ക് എഡീഷനിൽ ഇറക്കിയ പുതിയ സ്ട്രാപ്പൊക്കെ വെച്ചിട്ട്, മെറ്റൽ സ്ട്രാപ്പൊക്കെ വെച്ചിട്ട്. ഇതാണ് പുതിയ ഒരു ഡിവൈസുകൾ. അപ്പം എനിക്ക് നല്ലത് എന്താ വെച്ചാൽ എൻ്റെ ഡിവൈസ് പഴയതായില്ലോ ആപ്പിൾ വാച്ച് അൾട്രാ. അപ്പോൾ സീരീസ് 10 വന്നിട്ടുണ്ട്. സീരീസ് 10ലേക്ക് ചെറിയൊരു ഡിസ്പ്ലേ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ പരസ്യം കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? 75% ബിഗർ സ്ക്രീൻ ദാറ്റ് ഐഫോൺ 4, 5, 6 എന്നൊക്കെ. ഐഫോൺ സീരീസ് 4 ഒക്കെയാണ് അവർ ഇട്ടേക്കുന്നത്. അല്ലാണ്ട് 9 നല്ല കമ്പയർ ചെയ്തത്. അത് ഒഫീഷ്യൽ അവരുടെ വെബ്സൈറ്റിൽ ഇട്ടേക്കുന്നതാണ്. 75% ബിഗർ സ്ക്രീൻ ദാൻ സീരീസ് 4, 5, 6. ഇത്രയും പഴയ കമ്പയർ ചെയ്തിട്ട് എനിക്ക് വയ്യ. ഇതെൻ്റെ CC മോഡലാണ് പറഞ്ഞത്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ഒക്കെ പത്തറ്റിക്ക്. അപ്പം നിങ്ങൾ ആപ്പിളിൻ്റെ വാച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അൾട്രാ സീരീസ് മാത്രം വാങ്ങിച്ചാൽ മതി. ഇത് നല്ല അത്യാവശ്യം നല്ല ബാക്കപ്പ് സംഭവം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല, പിന്നെ ഡിസ്പ്ലേ ഒക്കെ വലുതായതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. പക്ഷെ ഞാനത് സെയിൽ ഔട്ട് ചെയ്യാൻ നോക്കിയിട്ട് ആർക്കും വേണ്ട ഈ സാധനം. പറയുമ്പോൾ ഇതിൽ 97% ബാറ്ററി ഉണ്ട്, ഒരു കൊല്ലമായിട്ടുള്ള സാധനമാണ്. പക്ഷെ ആർക്കും വേണ്ട. ഞാൻ പേഗിഡായിട്ട് നോക്കി, എല്ലാവരും നോക്കി, OLS ആർക്കും വേണ്ട. അപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ പിന്നെ ഇതിലൊരു ഗുണമുണ്ട്. ഇതിൽ എക്സ്ട്രാ കുറച്ച് ഇതിൽ വന്ന അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് ഇതൊക്കെ സെയിം ആണ് കേട്ടോ. നമുക്ക് ഇത് ആഫ്റ്റർ ലേറ്റസ്റ്റ് OS അപ്ഡേറ്റ് വരുമ്പോൾ ഇതിലും വരും. അത് അല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങിക്കാൻ അൾട്രാ 2 വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്, അത് അൾട്രാ സീരീസ് 10ലും ചെറുതായിട്ട് അവരുടെ ഹെൽത്ത് പരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കുറച്ച് വന്നിട്ടുണ്ട് സ്ലീപ്പ് ട്രാക്കിങ്ങിലൊക്കെ. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സാംസങ് വാച്ചിലും എൻ്റെ ആപ്പിൾ വാച്ചിലും സ്ലീപ്പ് ട്രാക്കിങ് നോക്കിക്കഴിഞ്ഞാൽ സാംസങ് ആണ് വിന്നർ.
ക്ലിയർ വിന്നർ സാംസങ് ആണ് കേട്ടോ. അത് ഞാനിത് 2 സാധനം വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കി, എന്നിട്ടും ആപ്പിൾ വാച്ച് അതിൻ്റെ അടുത്ത് കൂടെ എത്തുന്നില്ല. ചില സമയത്ത് കരിയൊക്കെ ട്രാക്ക് ചെയ്യുന്നില്ല, വേറെ കാര്യം. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് OS അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എന്താ മാറുമെന്ന് അറിയില്ല, മാറിയേ കൊള്ളായിരുന്നു. പിന്നെ വന്നിങ്ങനെ ചേഞ്ചസ് എന്ന് പറയുന്നത് സീരീസ് ആണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട്. 30% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80% ചാർജ് ആവുന്ന മണിയുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഇതിലും ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇപ്പോൾ എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ സീരീസ് ലൈറ്റ് അത് 46-47 സംതിങ് ആണ് സീരീസ് 10 ഫസ്റ്റ് ലോഞ്ചിങ് പ്രൈസ് തന്നെ വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഓവറാണ്, കഴിഞ്ഞ പോലത്തെ പോലെ തന്നെ. പക്ഷെ 40,000 രൂപയ്ക്കൊന്നും അല്ലെങ്കിൽ 45,000 രൂപയ്ക്കും 46 രൂപയ്ക്കും സീരീസ് നോർമൽ സീരീസ് വാച്ച് തീരെ വെറുത്തല്ല. ഈ സാധനം 90,000 ആണ്, തീരെ വെറുത്തല്ല എനിക്ക്. പക്ഷെ ഇത് നല്ല ഡിസ്കൗണ്ട് ആയിട്ട് എനിക്ക് വൗച്ചേഴ്സ് ആമസോൺ വൗച്ചറൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അടുത്താണ് കേട്ടോ. അല്ലെങ്കിൽ 90,000 ഒന്നും ആരും എടുക്കണ്ട, വെറുത്തല്ല തീരെ. സത്യം പറഞ്ഞാൽ വാച്ച് കിടലാണ്, അത്യാവശ്യം നല്ല 4 ദിവസം ബാക്കപ്പും കിട്ടുന്നുണ്ട്, എല്ലാ സംഭവവും കിട്ടുന്നുണ്ട്. പക്ഷേ 90,000 എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, റോളക്സ് എടുക്കാൻ പോണ പോലെയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ അൾട്രാ വാച്ച് തന്നെ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു 60,000 ആ റേഞ്ചിലാണ്. അത്രയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിനകത്ത് 30% കൂടുതലാണ്. അപ്പോൾ ഭയങ്കര ഓവർ പ്രൈസിങ് ആണ് ആപ്പിൾ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പച്ചയ്ക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തോണ്ടിരിക്കുക ആൾക്കാരെ. ആ എന്താ പറയാ, കിട്ടിയ തക്കം മുതലാക്കാന്നൊക്കെ പറയില്ല, അതേപോലെയാണ് അത്. പിന്നെയും ആൾക്കാർ പോയി വീഴുന്നുണ്ട്. എനിക്ക് അതാ മനസ്സിലാവാത്ത, എന്ത് കാരണം കണ്ടിട്ടാണ് വീഴുന്നത് മനസ്സിലാവുന്നില്ല. അതും ഇപ്പോൾ എന്തൊക്കെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്, പണ്ടത്തെ 11-12 ഡിസൈൻ എടുത്തിട്ട് കുറച്ച് ബില്ലി ക്യാമറയുടെ ബമ്പാക്കി വെച്ചു, അല്ലാണ്ട് ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഏത് തരത്തിൽ നോക്കി കഴിഞ്ഞാൽ സാധനം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു നോർമൽ നമ്മുടെ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ആപ്പിളിൻ്റെ ലോഞ്ചിൻ്റെ പോലെ തന്നെ ഉടായ്പ പരിപാടികളാണ്, വേറെ വ്യത്യാസമില്ല. കോമളായിട്ട് കുറേ എന്താ പറയുക എനിക്ക്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് നമുക്ക് ഹിയറിംഗ് എയ്ഡിൻ്റെ ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അത് കുറച്ച് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു. അല്ലാണ്ട് കോമൺ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ക്യാമറ ബട്ടൺ കൊള്ളാം, ഈ എയർപോർട്ടിലെ ഹിയറിംഗ് എയ്ഡ് കൊള്ളാം, അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ള കളർ ചേഞ്ചസും എന്താ പറയുക സ്ട്രാപ്പും സാധനങ്ങളും അതൊക്കെയാണുള്ളൂ. അല്ലാണ്ട് ഒരു ഡിഫറൻസ് മെയിനായിട്ട് വന്നിട്ടില്ല. എന്താ പിന്നെ പ്രോ സീരീസിൽ അവർ സ്ക്രീൻ സൈസ് കൂട്ടി, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണ്ടേ. മറ്റേ 6.1 ആണ് ഇത്ര കാലം, ഇപ്പോൾ 6.3 ആയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമെന്ന് പറയണ്ട, അതിനാണ് ഇതാണ് അവസ്ഥ. അപ്പോൾ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കൊല്ലമായിട്ടൊക്കെ എടുത്ത ഐഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കൊല്ലമായിട്ടൊക്കെ ഐഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. ഇവന്മാർ ആൾക്കാരെ കൊണ്ട് 16 സീരീസ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയാണ് അത്. ഇതിന് മാത്രം ഇന്റലിജൻസ് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതിന് മാങ്ങായിട്ടൊരു സാധനം ഇല്ല ഇന്റലിജൻസ്, വെറും വേസ്റ്റ് ആണ്. പകുതി പേർക്ക് അല്ലെങ്കിൽ 3/4 പേർക്കും ഇതൊരു യൂസ് ആവില്ല, അത് വേറെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു 15 സീരീസിനൊന്നും ഇത് നമ്മുടെ സാംസങ് തന്ന പോലെ ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ശരിക്കും ഫുള്ളി എക്സ്പ്ലോയിറ്റ് ആയിരിക്കുക തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് നിങ്ങൾ നമ്മുടെ ബാക്കി 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കിയാൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മളെ ഒരു എന്താ പറയുക ഒരു വെർഡിക്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ആപ്പിൾ ഫാനിനെ നമ്മളിപ്പോൾ ആപ്പിളിന് എതിരൊന്നുമല്ല, എന്താ വെച്ചാൽ ഞാൻ എല്ലാ ആപ്പിൾ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് യൂസ് ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ളത്. നമുക്ക് യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നോർമൽ ഇപ്പോൾ പിള്ളേർക്കോ അങ്ങനത്തെ സംഭവത്തിനൊന്നും ഈ സാധനം എന്താ പറയുക പഷ്ണി കിടന്നും എന്താ പറയുക കട എടുത്തതൊക്കെ വാങ്ങിക്കാനുള്ള സാധനമൊന്നും ഇല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇത് പൊട്ടയെന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ കമ്പനി എക്സ്പ്ലോയിറ്റേഷൻ വേറെ, ഇപ്പോൾ എല്ലാ കമ്പനികളും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാറണ്ടി കഴിയുമ്പോൾ ഡിസ്പ്ലേ അടിച്ച് പോകുന്നില്ല. ഇപ്പം എൻ്റെ ഐഫോണിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ട് അടിച്ച് പോയിട്ടാണ് ഞാൻ 15 സീരീസ് എടുത്തത്. നമ്മളത് കേസ് കൊടുത്തത് അതിനുള്ള വാല്യൂ നമ്മൾ എടുത്തു. ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് ആ മോഡൽ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കംപ്ലൈൻറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ഇന്ത്യയിൽ കൺസ്യൂമർ ഫോറം ഭയങ്കര എന്താ പറയുക മോശമായതുകൊണ്ടാണ് പകുതി. പിന്നെ അതും പോരാണ്ട് ആൾക്കാർ കംപ്ലൈൻറ്റും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. യൂറോപ്പ് കൺട്രീസിൽ അല്ലെങ്കിൽ യൂറോപ്പിനുള്ള സ്ഥലത്തൊന്നും ഇവർ ഇങ്ങനെ ഒന്നും ഉടായ്പൊന്നും കാണിക്കില്ല, അവന്മാർ അടപ്പൂരും. അപ്പോൾ അതാണ് ഇവിടെ വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സത്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ കൊള്ളാണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.